ഹലോ എവരിവൺ. ഇപ്പൊ വാട്ടർ അതോറിറ്റി ഗ്രേഡ് 2 നമുക്ക് സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് PSC. ആ സിലബസ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3യുടെ അതേ സിലബസ് തന്നെയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3ക്കൊക്കെ പ്രിപ്പയർ ചെയ്തവർക്ക് വലിയൊരു ആശ്വാസം കൂടിയാണ് ഈ ഒരു സിലബസ്. അപ്പോ 38 മാർക്ക് മെക്കാനിക്കലിന് വെയിറ്റേജ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ സിലബസ് അതേപടി വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സിലബസിന്റെ ഒരു അനാലിസിസ്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് വെയിറ്റേജ് ഉള്ള ഭാഗങ്ങൾ, അതുപോലെ എങ്ങനെ നമുക്കൊരു 2 മാസത്തെ ഒരു സ്റ്റഡി പ്ലാൻ, ഒരു 2.5 hours മാക്സിമം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇൻക്ലൂഡിങ് വാച്ചിങ് ദ വീഡിയോ, വീഡിയോ ലെക്ചേഴ്സും കൂടെ കണ്ട് ഒരു 2.5 മണിക്കൂറോളം ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 2 മാസം ഒന്ന് നല്ലപോലെ സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് എങ്ങനെ മേക്ക് ചെയ്യാം, അതിന്റെ ഒരു സ്റ്റഡി പ്ലാനും കൂടെ ഞാൻ ഇതിൽ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിലബസിന്റെ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് മൊഡ്യൂൾ ഈസ് ആക്ച്വലി ഒരു എന്താ പറയാ ഒരു ഡ്രോയിങ്ങിന്റെ ഒരു ഭാഗം കൂടിയാണ്. ഡ്രോയിങ്ങിന്റെ കുറെ ഭാഗങ്ങൾ സിവിലിന്റെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഡെവലപ്മെന്റ് ഓഫ് സോളിഡ്സ്, അതുപോലെ തന്നെ പെനിട്രേഷൻ, ഇന്റർപെനിട്രേഷൻ ഓഫ് സോളിഡ്സ് ഇൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, ഇതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5 മാർക്ക് വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. ഡെവലപ്മെന്റ് ഓഫ് സോളിഡ്സിൽ മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഡെവലപ്മെന്റ് എന്നുള്ള ഭാഗം സിലബസിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ സാധാരണ കണ്ടുവരുന്നുണ്ട്. അതില് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഈ ഭാഗമാണ് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത്. അതുപോലെ തന്നെ ഓരോ ഷേപ്പുകൾ, സ്റ്റാൻഡേർഡ് ഷേപ്പുകൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഷേപ്പുകളാണ് നമുക്കൊരു പ്ലെയിൻ സർഫസ് ആയിട്ട് കിട്ടുന്നത്, സോളിഡ്സിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഷേപ്പുകളാണ് കിട്ടുന്നത്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഭാഗങ്ങൾ. ഇന്റർപെനിട്രേഷനിൽ കുറച്ച് ടെർമിനോളജീസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എന്തൊക്കെ ടൈപ്പ് കർവുകളാണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സോളിഡ് വേറൊരു ടൈപ്പ് ഓഫ് സോളിഡിൽ പെനിട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ കോമൺ ഇന്റർഫേസ് കർവുകളുടെ ഷേപ്പുകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചോദിക്കുന്നത്. വെയിറ്റേജ് കൂടുതലും ഈ ഡെവലപ്മെന്റിന്റെ ഭാഗത്താണ്. ദെൻ മൊഡ്യൂൾ 2 3 ഭാഗങ്ങളാണുള്ളത്. ഫാസ്റ്റ്നേഴ്സ്, ബെൽറ്റ്സ് ആൻഡ് ലോക്കിംഗ് ഡിവൈസസ്. 5 അതുപോലെ തന്നെ 8 മാർക്കോളം വെയിറ്റേജ് ഇതിന് കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ്നേഴ്സിൽ നമുക്ക് മെയിൻ ആയിട്ട് ഇതെല്ലാം തിയറി പോർഷൻസ് ആണ്. കുറെ ടെർമിനോളജീസ് ആണ് പഠിക്കാനുള്ളത്. ഓരോ ഫാസ്റ്റ്നേഴ്സ്, അതായത് സ്ക്രൂവ്, നട്ടുകൾ, അങ്ങനെയുള്ള കുറെ ഫാസ്റ്റ്നേഴ്സിന്റെ കുറെ നെയിമിങ്സ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിന്റെ ഓരോ ടേംസുകൾ, നോമിൻക്ലേച്ചർ, അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ, ഈ ത്രെഡുകളുടെ ഒക്കെ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. VSF ത്രെഡ്, VA ത്രെഡ്, VSW ത്രെഡ്, അങ്ങനെയുള്ള ത്രെഡുകളുടെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ ചില ഇമ്പോർട്ടന്റ് സ്പെസിഫിക്കേഷൻസ്, അതിന്റെ ത്രെഡ് ആംഗിൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇനി വെൽഡ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് അവർ ഉദ്ദേശിക്കുന്നത് വെൽഡ് ജോയിന്റ്സും സിമ്പിൾസും ആണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെൽഡ് ജോയിന്റ്സ്, അതായത് ബട്ട് ജോയിന്റ്, ലാപ്പ് ജോയിന്റ്, അങ്ങനെയുള്ള ജോയിന്റ്സുകളുടെ ഡെഫിനിഷൻസ്, അതുപോലെ തന്നെ വെൽഡ് സിമ്പിളുകൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സിമ്പിൾസുകൾ ഉണ്ട്. ഓരോ മെഷീൻസിൽ നമ്മൾ വെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സിമ്പിൾ ഡ്രോയിങ്ങിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒരു ഡ്രാഫ്റ്റ്സ്മാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെൽഡ് സിമ്പിൾസ് നോക്കണം. ഓക്കെ, ദെൻ അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ജോയിന്റ് എന്ന് പ്രതീക്ഷിക്കാം, ഒരു ക്വസ്റ്റ്യൻ വെൽഡ് സിമ്പിൾ ആയിട്ട് റിലേറ്റ് ചെയ്ത് പ്രതീക്ഷിക്കാം. അങ്ങനെ 2 മാർക്ക് വെയിറ്റേജ് ആണ് ആ ഒരു സെക്ഷന് കൊടുത്തിരിക്കുന്നത്. ലോക്കിംഗ് ഡിവൈസ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഫാസ്റ്റ്നേഴ്സ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ലോക്കിംഗ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റ്നർ ലൂസ് ആകാതെ ഇരിക്കാനായിട്ട് എന്തൊക്കെ നമ്മൾ അഡീഷണൽ ഫിറ്റിംഗ്സ് വെച്ചിട്ടുണ്ട്, അതാണ് ഈ ലോക്കിംഗ് ഡിവൈസ് എന്ന് പറയുന്നത്. ലോക്കിംഗ് ഡിവൈസിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോക്കിംഗ് ഡിവൈസസ് എന്തൊക്കെയാണ്, അതിന്റെ എക്സാക്ട്ലി കുറെയൊക്കെ എന്താ പറയാ തിയറി, അതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്നിട്ട് ഏത് ടൈപ്പ് ലോക്കിംഗ് ഡിവൈസ് ആണെന്നോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഡയമെൻഷനോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെയാണ് സാധാരണ ഇതിൽ ചോദിക്കാറുള്ളത്. ദെൻ മൊഡ്യൂൾ 3 and 4, മൊഡ്യൂൾ 3ൽ 5 മാർക്കും മൊഡ്യൂൾ 4ന് 7 മാർക്കും വെയിറ്റേജ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിൽ മൊഡ്യൂൾ 3ലെ പൈപ്പ് ജോയിന്റ്സും റിവറ്റഡ് ജോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പൈപ്പ് ജോയിന്റ്സിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൈപ്പ് ഫിറ്റിംഗ്സ് ആൻഡ് ജോയിന്റ്സ്, ടി ജോയിന്റ്, അതുപോലെ തന്നെ എൽബോസ്, അങ്ങനെയുള്ള കുറെ റെഡ്യൂസർ, ഇതിന്റെയൊക്കെ ഡെഫിനിഷൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പൈപ്പ് ഫിറ്റിംഗ്സുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ റെഡ്യൂസറിന്റെ ഒക്കെ ഡിഫറെന്റ് ടൈപ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഡെഫിനിഷൻസ് ആണ് ഈ പൈപ്പ് ജോയിന്റ്സിൽ വരുന്നത്. റിവറ്റഡ് ജോയിന്റ്സിലാണ് കുറച്ചും കൂടെ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. കാരണം റിവറ്റഡ് ജോയിന്റ്സിൽ റിവറ്റിന്റെ തന്നെ ആ ക്യാരക്ടറിസ്റ്റിക്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. അതിന്റെ ഡിഫറെന്റ് ഹെഡുകളുടെ ബേസിൽ അതിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ റിവറ്റഡ് ജോയിന്റ്സുകളിൽ തന്നെ പല ടൈപ്പുകൾ, നമ്മൾ വെൽഡഡ് ജോയിന്റ് പറഞ്ഞാൽ ഇതിലും ലാബ് ജോയിന്റുകൾ, സിംഗിൾ റിവറ്റഡ്, ഡബിൾ റിവറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജോയിന്റ്സുകളെ പറ്റി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ റിവറ്റിന്റെ കേസിലേക്ക് വരുമ്പോൾ ഈ ജോയിന്റ്സിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ചില ഡയമെൻഷൻസുകൾ ഉണ്ട്. റിവറ്റിന്റെ സൈസ് എത്രയാണെന്നുള്ളത്,
അതുപോലെ തന്നെ ഈ രണ്ട് റിവറ്റ് റോസിനിടയിലുള്ള സൈസുകൾ, മിനിമം ഡിസ്റ്റൻസുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ടെർമിനോളജിസ്, മാർജിൻ എന്താണ്, പിച്ച് എന്താണ്, അങ്ങനെയുള്ള ഡെഫിനിഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഭാഗത്ത്. ദെൻ ബെൽറ്റ് ഡ്രൈവ്, ഗിയർ ഡ്രൈവ് എന്നുള്ള രണ്ട് പോർഷൻസ് ആണ് മൊഡ്യൂൾ 4 പക്ക ഒരു മെക്കാനിക്കലിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പോണൻസുകളാണ് ഈ ബെൽറ്റ് ഡ്രൈവ്, ഗിയർ ഡ്രൈവ്. ഓക്കെ, അപ്പോ അതുകൊണ്ട് തന്നെ അതിന് വെയിറ്റേജ് നല്ലപോലെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിന്. മെഷീൻ പവർ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട മൊഡ്യൂൾസ് ആണ് ഇതെല്ലാം. ഓക്കെ, അത് ബെൽറ്റ് എന്ന് പറയുമ്പോൾ ഒരു പവർ ട്രാൻസ്മിറ്റിംഗ് കോമ്പോണന്റ് ആണ്. അതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് സ്ലിപ്പ്, ക്രീപ്പ് എന്നൊക്കെ പറയുന്നത്. ഇതിന്റെയൊക്കെ ഡെഫിനിഷൻസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബെൽറ്റ് ഡ്രൈവുകൾ, അതായത് ഓപ്പൺ ഡ്രൈവ്, ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ്, അതിലുപയോഗിക്കുന്ന ചില സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പുള്ളീസ്, ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ പഠിക്കേണ്ടത്. സ്റ്റാൻഡേർഡ് പുള്ളി വിട്ട്, ആ പുള്ളിയുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചില ഡയമെൻഷൻസുകൾ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ദെൻ ചെയിൻ ഡ്രൈവ് ലാസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും അതിന് സാറിനെ കണ്ടിട്ടില്ല. കൂടുതലും ബെൽറ്റ് ഡ്രൈവ് ബേസ്ഡ് ആണ്. പ്രത്യേകിച്ച് വി ബെൽറ്റ് കുറച്ചും കൂടെ ലാർജർ പവർ ട്രാൻസ്മിഷന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വി ബെൽറ്റിന്റെ ആംഗിള്, അതുപോലെ തന്നെ മെറ്റീരിയൽ, അതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഗിയർ ഡ്രൈവിൽ നമുക്ക് ഒരുപാട് ടെർമിനോളജീസ് പഠിക്കാനുണ്ട്. ഗിയറിന്റെ ആ ടൂത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ആ മൊത്തം വീലിന്റെ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം, നോളജ് ഓഫ് ഗിയർ പ്രൊഫൈൽ. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ള ഭാഗമാണ് ഗിയറിന്റെ ക്ലാസിഫിക്കേഷൻ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗിയേഴ്സ്, അത് ഏത് ടൈപ്പ് ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ, ഇപ്പൊ പാരലൽ ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ ഏത് ഗിയറാണ്, ഇൻക്ലൈൻഡ് ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യുക, അങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറ്. അപ്പൊ 3 മാർക്ക് വെയിറ്റേജ് ഗിയറിന് മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഫൈൽസ്, ഇൻവല്യൂട്ട് പ്രൊഫൈല്, സൈക്ലോഡൽ പ്രൊഫൈല്, അഗെയിൻ ഡെഫിനിഷൻസ് ആണ് ഇവിടെ ഒക്കെ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഗിയറിന്റെ കേസിലേക്ക് വരുമ്പോൾ വേണമെങ്കിൽ സിമ്പിൾ പ്രോബ്ലംസ് വെക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ മൊഡ്യൂള് കാണാനായിട്ടോ, അല്ലെങ്കിൽ മൊഡ്യൂൾ തന്നിട്ട് പിച്ച് ഡയമീറ്റർ കാണാനായിട്ടോ, നമ്പർ ഓഫ് ടീത്ത്, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ചെറിയ സിമ്പിൾ പ്രോബ്ലംസ്, ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ ഒരു ITI ലെവൽ എക്സാമിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഫിഫ്ത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ്. ഒരു ഫ്ലൂയിഡ് മെക്കാനിക്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഭാഗം കൂടിയാണ് ഈ ഹൈഡ്രോളിക്സ്, ന്യൂമാറ്റിക്സ്. ഇതിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാൽവുകൾ, അതിന്റെ സിമ്പിൾസുകളും ഇമ്പോർട്ടന്റ് ആണ്. ടോട്ടൽ 5 മാർക്ക് വെയിറ്റേജ് ഈ ഒരു മൊഡ്യൂളിനുണ്ട്. അതിൽ 3 മാർക്കും ഹൈഡ്രോളിക്സിനാണ്, 2 മാർക്ക് ന്യൂമാറ്റിക്സിനാണ്. ഹൈഡ്രോളിക്സ് എന്ന് പറയുമ്പോൾ ലിക്വിഡ്സ് വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന സിസ്റ്റംസ്, ഇത് എയർ വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന സിസ്റ്റംസ്, അത്രേ വ്യത്യാസമുള്ളൂ. ബേസിക് സ്ട്രക്ചറും വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. ഇതിൽ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഹൈഡ്രോളിക് ജാക്കിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിന്റെ ഡിഫറെന്റ് കോമ്പോണൻസും, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ച്വേറ്റേഴ്സ്, ലീനിയർ ആക്ച്വേറ്റർ, സർക്കുലർ ആക്ച്വേറ്റർ, അങ്ങനെ പലതരത്തിലുള്ള റോട്ടറി ആക്ച്വേറ്റർ, അങ്ങനെയുള്ള ആക്ച്വേറ്റർ ടൈപ്പ്. ഡയറക്ഷൻ കൺട്രോൾ വാൽവുകളുടെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഡയറക്ഷൻ കൺട്രോൾ വാൽവ്, നോൺ റിട്ടേൺ വാൽവ്, ത്രോട്ടിൽ വാൽവ്, ഇവരുടെ ഫങ്ഷൻസ്, സിമ്പിൾസ്, അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഡയറക്ഷൻ നോൺ റിട്ടേൺ വാൽവിൽ തന്നെ പല ടൈപ്പുകളുണ്ട്. ഓക്കെ, അങ്ങനത്തെ ടൈപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഇപ്പൊ കൂടുതലും ബേസിക് സിമ്പിൾസേ ചോദിക്കാറുള്ളൂ. ഓരോ ക്ലാസിഫിക്കേഷന് സെപ്പറേറ്റ് സിമ്പിൾസ് ഒന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ലെങ്കിലും ഇതിലെ സിമ്പിൾസുകൾ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ദെൻ ന്യൂമാറ്റിക്സിൽ ഈ പറഞ്ഞ FRL യൂണിറ്റ്, ഫിൽട്ടർ റെഗുലേറ്റർ ലൂബ്രിക്കേറ്റർ യൂണിറ്റ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിനെ ബേസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ഒരു സെക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ യൂണിറ്റിന്റെയും ഫംഗ്ഷൻ എന്താണെന്നുള്ളതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇവിടെ വരുന്നത്. ഓൾമോസ്റ്റ് ഇവിടെ പറഞ്ഞ വാൽവുകളൊക്കെ ഇവിടെയും വരുന്നുണ്ട്. ആ വാൽവിന്റെ സിമ്പിൾസ്, ഡയറക്ഷൻ കൺട്രോൾ വാൽവിന്റെ സിമ്പിൾസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അത് ITIയുടെ പല ക്വസ്റ്റ്യൻ ബാങ്കിലൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് സെപ്പറേറ്റ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് 2 മൊഡ്യൂൾസിൽ കിടക്കുകയാണെങ്കിൽ 6ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ലിമിറ്റ് ഫിറ്റ് ടോളറൻസ്. ഓക്കെ, ലിമിറ്റ് ഫിറ്റ് ടോളറൻസ് നേരത്തെ പറഞ്ഞ മൊഡ്യൂൾസ് കൂടാതെ തന്നെ ഒരുപാട് ഡെഫിനേഷൻസ് നമുക്ക് എക്സ്ട്രാ തരുന്ന ഒരു മൊഡ്യൂളും കൂടിയാണ് ഈ ലിമിറ്റ് ഫിറ്റ് ടോളറൻസ് എന്ന് പറയുന്നത്. ഇതിൽ കൺഫ്യൂസ്ഡ് ആക്കുന്ന കുറെ വേർഡ്സുകൾ ഉണ്ട്, ശ്രദ്ധിച്ച് തന്നെ പഠിക്കേണ്ട ഒരു മൊഡ്യൂളാണ് ലിമിറ്റ് ഫിറ്റ് ടോളറൻസ്. നമുക്ക് എല്ലാം ഏകദേശം ഒരുപോലെ തന്നെ തോന്നുമെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് പറയുന്ന കാര്യങ്ങളാണ് ഇതിലൊക്കെ ഉള്ളത്. ലിമിറ്റ് എന്താണ്, ഫിറ്റ് എന്താണ്, ടോളറൻസ് എന്താണ്, ഡീവിയേഷൻ എന്താണ്, അലവൻസ് എന്താണ്, ഇങ്ങനെയുള്ള കുറെ ടേംസുകളുടെ ഡെഫിനിഷൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫിറ്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ടോളറൻസ് സിസ്റ്റംസ്, എത്ര ടൈപ്പ് ടോളറൻസ് സിസ്റ്റം ഉണ്ട്, എത്ര ടോളറൻസ് ഗ്രേഡുകൾ ഉണ്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സിസ്റ്റത്തിൽ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഈ ഭാഗത്ത് നിന്ന് ധാരാളമായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി മെയിൻ ആയിട്ട് വരുന്നത് ബെയറിങ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ലാസ്റ്റ് മൊഡ്യൂൾ. ആ ഒരു ചെറിയ ഭാഗത്തിന് തന്നെ 4 മാർക്ക് വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്.
മെയിൻ ആയിട്ട് ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ബെയറിംഗ്സിന്റെ ഫംഗ്ഷൻസ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ. ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് അവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. ആ ക്ലാസിഫിക്കേഷൻ തന്നെ ഒരുപാടുണ്ട്. ഗിയേഴ്സ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബെയറിംഗ്സിൽ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇപ്പൊ ബെയറിംഗ്സ് എന്ന് പറഞ്ഞാൽ മെഷീനറിയിൽ ഫ്രിക്ഷൻ കുറയ്ക്കാനുള്ള ആളാണെങ്കിൽ പല ടൈപ്പ് മെഷീനറിയിൽ പല റിക്വയർമെന്റിനനുസരിച്ച് ഒരുപാട് ടൈപ്പ് ഓഫ് ബെയറിംഗ്സുകൾ അവൈലബിൾ ആണ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നും ആ ഡിസ്ക്രിപ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് ഏത് ടൈപ്പ് ബെയറിംഗ് ആണ് എന്നുള്ളതൊക്കെയാണ് ഈ ഭാഗത്തുനിന്ന് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്കൊരു ഈ ഒരു മൊഡ്യൂൾ വൈസ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ള ഭാഗങ്ങൾ. ആൻഡ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സ്റ്റഡി പ്ലാൻ. നമുക്ക് എപ്പോഴും ഒരു എന്താ പറയാ, നമുക്ക് ചെറിയൊരു എക്സാം ആണോ വലിയൊരു എക്സാം ആണോ എന്നുള്ളതല്ല, അതിൽ ഒരുപാട് പേര് അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് ആ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അപ്പൊ അവരായിട്ട് കോമ്പറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് മുന്നോട്ട് നീങ്ങണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് ഒരു സീരിയസ്നെസ് കാണിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ സീരിയസ്നെസ് നമ്മൾ എങ്ങനെ കാണിക്കണം എന്നുള്ളത് നമുക്കൊരു സ്റ്റഡി പ്ലാനിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്റ്റഡി പ്ലാനിൽ ഇപ്പോ നമുക്കൊരു ലെക്ചർ വീഡിയോ നമ്മൾ കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഡെയിലി നമ്മളൊരു 2.5 hours എങ്കിലും 2 hours എങ്കിലും മിനിമം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. കാരണം നമ്മൾ ഓൾറെഡി എക്സാം വളരെ ക്ലോസ് ആയി. ഇനി 2 മാസം അല്ലെങ്കിൽ 2.5 മാസം ആണ് നമ്മളൊരു എക്സ്പെക്ട് ചെയ്യുന്നത്. എക്സ്പെക്ടേഷൻ മീൻസ് ഞാൻ അവസാനം വരെ, നമുക്ക് 28-ാം തീയതിയാണ് എക്സാം എങ്കിൽ 27-ാം തീയതി വരെ പഠിക്കുന്ന ഒരു പ്ലാൻ ഒരിക്കലും ചെയ്യരുത്. അതിനെ ഒരു 1 month എങ്കിലും മുന്നേ കഴിക്കാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്യണം. ആ ലാസ്റ്റ് മന്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മോക്ക് ടെസ്റ്റുകളും റിവിഷനും മാത്രമായിരിക്കണം എന്നുള്ളതാണ്. കാരണം റിവിഷൻ, ഞാൻ ഈ സ്റ്റഡി പ്ലാനിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന വേർഡ് റിവിഷനാണ്. അത്ര അധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഒരു സിവിലിനെ സംബന്ധിച്ച് മെക്കാനിക്കൽ ആദ്യമായിട്ട് പഠിക്കുന്നവരുണ്ടാവും, മെക്കാനിക്കലിനെ സംബന്ധിച്ച് സിവിൽ ആദ്യമായിട്ട് പഠിക്കുന്നവരുണ്ടാവും. അപ്പൊ ഇത് പുതിയതായിട്ട് പഠിക്കുന്ന ഒരു കാര്യം നമുക്ക് ഓർമ്മ വരണമെങ്കിൽ, ആ ബ്രെയിനിൽ നമ്മുടെ കണക്ഷൻ ഒന്ന് സ്ട്രോങ് ആയിട്ട് വരണമെങ്കിൽ റിവിഷൻ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളൊരു ചതുപ്പ് നിലത്തിൽ അല്ലെങ്കിൽ ഒരു പുല്ല് നിറഞ്ഞൊരു സ്ഥലത്തിൽ കൂടെ ഒരു തവണ പോയതുകൊണ്ട് മാത്രം അവിടെ ആ ഒരു വഴി കൃത്യമായിട്ട് തെളിച്ചു വരില്ല. ഒരുപാട് തവണ അതിൽ കൂടെ നടന്നു പോയാലേ കൃത്യമായിട്ട് ആ ഒരു വഴി തെളിഞ്ഞു വരുള്ളൂ അല്ലെ. അതേപോലെയാണ് നമ്മുടെ ബ്രെയിനിലെ കണക്ഷൻസ്. കൃത്യമായിട്ട് ഒരുപാട് തവണ ഈ വായിച്ച് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റീകളക്ട് ചെയ്യാൻ ശ്രമിച്ചാലേ ആ ബ്രെയിൻ കണക്ഷൻ സ്ട്രോങ് ആവുള്ളൂ, ആ ഓർമ്മയുമായി ബന്ധപ്പെട്ട്. അപ്പോ അത് സ്ട്രോങ് ആക്കണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു സ്റ്റഡി സ്ട്രാറ്റജി വേണം. അപ്പൊ നിങ്ങളൊരു വീഡിയോ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ 1.5 hours അതിന് വേണ്ടി നിങ്ങൾ നോട്ട് എഴുതൊക്കെ, ഒരു 1 hour ക്ലാസ് കാണുമ്പോൾ നമ്മൾ നോട്ട് എഴുതുമ്പോഴേക്കും 1.5 hours ആയിരിക്കും ഏകദേശം. അതില് പോസ്റ്റ് ക്ലാസ് സ്റ്റഡി, അതായത് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു 20 minute അതിന്റെ ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക. ലൈക്ക് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെറിയ ചെറിയ പോയിന്റ്സുകൾ കുറിച്ചിടണമെങ്കിൽ വേണം. ഇത് നീ നോട്ട് എഴുതുമ്പോൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളത് ഇംഗ്ലീഷിൽ തന്നെ ഇങ്ങനെ എഴുതാനായിട്ട് ശ്രമിക്കേണ്ട. നിങ്ങൾക്ക് മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അതൊന്ന് അവിടെ കുറിച്ച് വെക്കുക എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി ഇത് ഒരു മാക്സിമം ഒരു അരമണിക്കൂർ, അതിനപ്പുറത്തേക്ക് ഒരു അരമണിക്കൂർ എടുത്ത് അതൊന്ന് പഠിക്കാൻ. കാരണം നമ്മൾ ഓൾറെഡി ആ നോട്ട് എഴുത്തിൽ തന്നെ നമ്മൾ ഒരുപാട് അത് വായിച്ചു പോയിട്ടുണ്ടായിരിക്കും. അത് ആ ഷോർട്ട് നോട്ട് എഴുതുമ്പോൾ തന്നെ കുറച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെയും മാക്സിമം ഒരു അരമണിക്കൂർ എടുത്തുകൊണ്ട് അതൊന്നും കൂടെ പഠിക്കാൻ ശ്രമിക്കുക. അത്രയൊക്കെ കാര്യങ്ങളെ ഒരു 1 hour ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യണ്ട. ഒരുപാടൊന്നും മണിക്കൂറുകളോളം ഇരുന്ന് പഠിക്കാവുന്നൊന്നും ഒരു ക്ലാസ്സിലൊന്നും ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ഒരു 5 minute ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നിങ്ങൾ റീകളക്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് എന്തൊക്കെയാണ് റീകളക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. ഏറ്റവും ബെറ്റർ സെയിം ഡേ തന്നെ റിവിഷൻ ചെയ്യാം. ഒരു തവണ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു 10 minute എടുത്തുകൊണ്ട് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ എക്സാമിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. OMR ആണ്. അതിൽ നമുക്ക് വരയ്ക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വരയ്ക്കാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അതിൽ നിന്നുള്ള തിയറി ക്വസ്റ്റ്യനെ ചോദിക്കുള്ളൂ. പിന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ എക്സ്പെക്ട് ചെയ്യാം, പക്ഷെ വളരെ കുറച്ച് പോസിബിലിറ്റി മാത്രമേ അതിനുള്ളൂ. കാരണം ഇതൊരു ഒരുപാട് ലെങ്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ ചോദിക്കാനില്ല. ചെറിയ ചെറിയ കാര്യങ്ങളെ ചോദിക്കാനുള്ളൂ. അപ്പോ മെയിൻ ആയിട്ട് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാന് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒരു 75 day സ്റ്റഡി പ്ലാൻ ആണ് ഒരു 5 ഫേസിലായിട്ട് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 5 ഫേസിൽ. ഓക്കെ, അതിൽ ഫേസ് 1 എന്ന് പറയുന്നത് മെയ് 1 മുതൽ മെയ് 24 വരെ നിങ്ങൾ 3 മൊഡ്യൂള്, ആദ്യത്തെ 3 മൊഡ്യൂള് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് ഏകദേശം 24 days എടുത്തുകൊണ്ട് അതിൽ മെയ് 1 മുതൽ 10 വരെ മൊഡ്യൂൾ 1 നിങ്ങൾ പ്ലാൻ ചെയ്യുക. അതായത് ഡെവലപ്മെന്റ് ഓഫ് സർഫസ്. അത്രയും ദിവസമൊന്നും പലർക്കും വേണ്ട കേട്ടോ. ഞാൻ പറയുന്നത് എന്താ പറയാ, നിങ്ങൾ മാക്സിമം റിലാക്സ്ഡ് ആയിട്ട് പോകുന്ന ഒരു രീതിയിലാണ്. അപ്പോ ആദ്യത്തെ 10 ദിവസം എടുത്തുകൊണ്ട് നിങ്ങൾ ആകെ എന്ത് പഠിച്ചാൽ മതി? ഡെവലപ്മെന്റ് ഓഫ് സർഫസ് സിസ്റ്റം, ഇന്റർ പെനിട്രേഷൻ ഓഫ് സോളിഡ്സ്. ഓക്കെ, പഠിക്കുക. മെയ് 11 to 16 മൊഡ്യൂൾ 2 ഫോക്കസ് ചെയ്യാം. ലൈക്ക് ഫാസ്റ്റ്നേഴ്സ്, വെൽഡ്, ലോക്കിംഗ് ഡിവൈസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, മൊഡ്യൂൾ 2.
ദെൻ മൊഡ്യൂൾ 3ക്ക് മെയ് 17 to 24 ഒരു 1 വീക്ക് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. അഗൈൻ ഫാസ്റ്റ്നേഴ്സ് ഇനി അഥവാ നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂള് ഫസ്റ്റ് മൊഡ്യൂള് കഴിഞ്ഞ് കുറച്ച് നേരത്തെ കഴിയണം, ഒരു 1 വീക്ക് മതി, 1 വീക്ക് ഒന്നും വേണ്ട, ചിലപ്പോൾ 5 ദിവസമൊക്കെ മതിയായിരിക്കും. അത് മതിയെങ്കിൽ നേരെ മൊഡ്യൂൾ 2 തുടങ്ങിയുള്ളൂ. നിങ്ങൾ യു ആർ അഹെഡ് ഓഫ് യുവർ പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഷെഡ്യൂളിന് അഹെഡ് ആയിട്ട് പോകുന്നത് എപ്പോഴും നല്ലതാണ്, കാരണം നമുക്ക് ഫൈനലി ഒരുപാട് റിവിഷന് സമയം കിട്ടും. ഇനി പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, അഗെയിൻ ആദ്യത്തെ മൊഡ്യൂള് കഴിഞ്ഞ് പിന്നെ അത് ഇനി എക്സാം ടൈമിലേക്കല്ല നോക്കേണ്ടത്, നമുക്ക് അതിനുള്ള റിവിഷൻ വേണം. ഓക്കെ, ഇനി മൊഡ്യൂൾ 2 കഴിഞ്ഞാൽ മൊഡ്യൂൾ 3ലേക്ക് ഒരു 7 days അലോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ പൈപ്പ് ജോയിന്റ്സും റിവറ്റഡ് ജോയിന്റ്സും കഴിക്കുക. ദെൻ മൊഡ്യൂൾ ഇനി അപ്പൊ ഇതാണ് നിങ്ങളെ phase 1. ഈ phase 1 കഴിയുമ്പോഴേക്കും നിങ്ങൾ ആ മെക്കാനിക്കൽ എന്നുള്ള ആ ഒരു ഇതിലേക്ക് ട്രാക്കിലേക്ക് വന്നിട്ടുണ്ടായിരിക്കണം. കാരണം ഈ 2 മൊഡ്യൂൾസിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മെക്കാനിക്കൽ കോമ്പോണൻസുകളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഫാസ്റ്റ്നേഴ്സ് പോലെയുള്ള ആൾക്കാരിൽ ഒരുപാട് ടേംസുകൾ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു ട്രാക്കിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതാണ് phase 1. ദെൻ phase 2 എന്ന് പറയുന്നത് കുറച്ചും കൂടെ അപ്ലിക്കേഷൻ ലെവലിലുള്ള മെക്കാനിക്കൽ കോമ്പോണൻസിനെയാണ് നിങ്ങൾ പഠിക്കുന്നത്. 21 days ആണ് phase 2 അലോട്ട് ചെയ്തിരിക്കുന്നത്. മെയ് 25 ടു ജൂൺ 14 വരെ, മെയ് 25 ടു ജൂൺ 14 വരെ. അതിൽ ജൂൺ 3 വരെ നിങ്ങൾ മൊഡ്യൂൾ 4 സ്പെൻഡ് ചെയ്യാം. അതായത് ബെൽറ്റ് ഡ്രൈവ്, ഗിയർ ഡ്രൈവ് എന്ന് പറയുന്ന 2 ടോപ്പിക്കിന് മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യുക. അതിൽ ഒരുപാട് റിവിഷൻ നിങ്ങൾ ചെയ്യേണ്ടി വരും, കാരണം അതിൽ ടേംസുകൾ ഒരുപാടുണ്ട്. ഓക്കെ, മൊഡ്യൂൾ 5 ജൂൺ 4 ടു ജൂൺ 9. അത് ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് ചെറിയ കുറെ കാര്യങ്ങൾ പഠിക്കാനുള്ളത്, ചെറിയ ചെറിയ കോമ്പോണൻസുകളും കുറച്ചൊക്കെ നമുക്ക് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് തോന്നും. കാരണം ഹൈഡ്രോളിക്സിൽ പഠിച്ച കുറെ കാര്യങ്ങളൊക്കെ ആക്ച്വേറ്റേഴ്സ് ഒക്കെ നമ്മൾ ഇതിലും കാണും, അപ്പൊ ന്യൂമാറ്റിക്സിലും കാണും. അപ്പോൾ അതൊക്കെ കുറച്ച് റിപ്പീറ്റഡ് ആണ്. അതിൽ നിങ്ങൾ ഈ സിമ്പിൾസുകൾ വരച്ച് തന്നെ പഠിക്കണം. സിമ്പിൾസുകൾ വരച്ചാൽ മാത്രമേ നമുക്കത് ഓർമ്മ വരുള്ളൂ. അത് നമ്മൾ വെറുതെ നോക്കിക്കൊണ്ട് പഠിച്ചിട്ട് കാര്യമില്ല, അത് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ നോക്കണം. റാൻഡം ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു വാൽവിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മ വരികയാണെങ്കിൽ അതിന്റെ സിമ്പിൾ ഒന്ന് വരച്ചു നോക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. അതൊക്കെയാണ് സിമ്പിൾസുകൾ പഠിക്കാനുള്ള ഒരു മാർഗം. ഓക്കെ, ദെൻ ജൂൺ 10 ടു ജൂൺ 14 ലിമിറ്റ് ഫിറ്റ് ടോളറൻസ്, ഒരു 5 ദിവസം ലിമിറ്റ് ഫിറ്റ് ടോളറൻസ്. ഇതിലും ഒരുപാട് ഡെഫിനിഷൻസ് വരുന്നുണ്ട്, ഞാൻ പറഞ്ഞു. ദെൻ ലാസ്റ്റ് ഫേസില്, തേർഡ് ഫേസില് ലാസ്റ്റ് മൊഡ്യൂള്, അതായത് മൊഡ്യൂൾ 7 നമ്മൾ ഈ phase 3 കവർ ചെയ്യാം. മൊഡ്യൂൾ 7 എന്ന് പറഞ്ഞാൽ ആ ബെയറിംഗിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇവിടെ എത്തുമ്പോഴേക്കും നമ്മൾ ആ ഫസ്റ്റ് പഠിച്ചതൊക്കെ മറന്നിട്ടുണ്ടായിരിക്കും ഏകദേശം. നിങ്ങൾ റിവിഷൻ ഇതുവരെ സെപ്പറേറ്റ് ഡേയ്സ് അലോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഏകദേശം ആ ആദ്യം പഠിച്ചതൊക്കെ മറന്നിട്ടുണ്ടായി. അപ്പൊ ഇത് മൊഡ്യൂൾ 7 എന്നുള്ളത് ഈ റിവിഷൻ സെഷന്റെ കൂടെ തന്നെ പോവുക. റിവിഷൻ സെഷന്റെ കൂടെ പോകും. അത് പോകുമ്പോൾ റിവൈസ് ഓൾ ടോപ്പിക്സ്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഷോർട്ട് നോട്ട്സ് നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യാത്തവരാണെങ്കിൽ ആ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് പോയിന്റ്സുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യുക. സെപ്പറേറ്റിന് എഴുതാനോ നിൽക്കുന്നു, മാർക്ക് ചെയ്ത് പോകാം. ഫോർമുല ആൻഡ് സ്റ്റാൻഡ്, ഇതിനൊക്കെ ആകെ ഒരു 15 മിനിറ്റ് എടുക്കുള്ളൂ. ഓരോ മൊഡ്യൂളും എടുത്ത് ജസ്റ്റ് വേഗം ഒന്ന് ഓടിച്ചു പോകാനായിട്ട് 15 മിനിറ്റ് എടുക്കുള്ളൂ. ഈ ഒരു ടൈമിൽ ഒരുപാട് 14 days അലോട്ട് ചെയ്തിട്ടുണ്ട്. ഈ 14 daysന്റെ ഉള്ളിൽ നിങ്ങൾ മൊഡ്യൂൾ 7 കൂടെ കംപ്ലീറ്റ് ചെയ്യാം. മൊഡ്യൂൾ 7, ഓക്കെ, 4 മാർക്കാണ് അതിന് വെയിറ്റേജ് ഉള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് സമയം എടുത്തുകൊണ്ട് 14 days എടുത്തുകൊണ്ട് പതുക്കെ ചെയ്താൽ മതി. അതിന്റെ കൂടെ തന്നെ റിവിഷനുള്ള സമയം കൂടെ കണ്ടെത്താം. ഓക്കെ, അപ്പോ ഇനി നമുക്കൊരു 45 minutes സ്റ്റഡി ഡെയിലി പ്ലാൻ നോക്കുകയാണെങ്കിൽ, അപ്പൊ ഇത്രയും കഴിഞ്ഞാൽ നിങ്ങളുടെ ഏകദേശം ഈ ജൂൺ 28 കൂടെ, അല്ലെങ്കിൽ ഒരു എക്സാമിന് ഒരു 1 month മുന്നേ നമ്മുടെ സ്റ്റഡി അതോടുകൂടെ കഴിയും. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാക്ട്ലി പ്ലാനിലല്ലെങ്കിലും ഇത് നിങ്ങൾക്കൊരു ഒരു സ്കെലിട്ടൺ സ്ട്രക്ചർ, ഒരു ഫൗണ്ടേഷൻ തരാനാണ് ഞാൻ ഈ പ്ലാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തർക്ക് അനുസരിച്ച് ചില മൊഡ്യൂൾസിന് സമയം കൂടുതലെടുക്കാം, ചിലതിന് ഒരുപാട് സമയം കുറവെടുക്കാം. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഗൈഡ് ലൈൻ തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതില് ഡെയിലി പ്ലാൻ നോക്കുകയാണെങ്കിൽ അതിനുശേഷം റിവൈസ് പ്രീവിയസ് മൊഡ്യൂൾസ്, ഒരു 2 മൊഡ്യൂൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിൽ റിവൈസ് ചെയ്യാം. റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതിനാദ്യം നിങ്ങൾ നല്ലപോലെ വിഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, എന്ന് വെച്ചാൽ നല്ലപോലെ ആദ്യമേ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ആ സമയത്ത് തന്നെ ഷോർട്ട് നോട്ട് പറ്റുമെങ്കിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം ഡെയിലി 2 മൊഡ്യൂൾ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിവിഷൻ ചെയ്യാം. അഗെയിൻ ഇത് ഷോർട്ട് നോട്ട്സ് ഒക്കെ ഞാൻ പറയുന്നില്ലേ, അതൊക്കെ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും ആ കംപ്ലീറ്റ് തിയറി ബുക്ക് എടുത്ത് നോക്കുന്നതിന് വരെ ഷോർട്ട് നോട്ട്സ് എടുത്ത് നോക്കിയാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് അതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഫ്ലാഷ് കാർഡ്സ് ഒക്കെ അതിന് മാത്രമുള്ള എക്സാം ഒന്നും ശരിക്കും പറഞ്ഞാൽ ഇതില്ല. എന്നാലും ഞാനൊരു എന്താ പറയാ, ഒരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ, പ്രൊഫഷണൽ പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ ഈ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരെ, ഇപ്പൊ നമുക്ക് ഫ്ലാഷ് കാർഡ് ഒക്കെ നമ്മൾ തന്നെ എഴുതി ഉണ്ടാക്കുന്നതിന് പകരം ഈസി ആയിട്ട് ആപ്പ് വഴിയോ നിങ്ങൾ ഈ പറഞ്ഞ പോലെ AI ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫ്ലാഷ് കാർഡ്സ് ഒക്കെ നിർമ്മിക്കാനായിട്ട് പറ്റും.
ഓക്കെ, നിങ്ങളുടെ നോട്ട് വെറുതെ ഒന്ന് എഴുതിയത് ഷോർട്ട് നോട്ട്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് ജെമിനിയിലേക്കോ അതുപോലെ തന്നെ ചാറ്റ് ജിപിടിയിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ ഈസി ആയിട്ട് അത് തന്നെ മേക്ക് ചെയ്ത് തരും. നിങ്ങൾ അതിന് വേണ്ടി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ദെൻ കൺസെപ്റ്റ് റീകോൾ അഗെയിൻ ഒരു ഹെഡിങ് നോക്കുന്നു, നിങ്ങൾക്ക് മാക്സിമം അതിൽ എന്തൊക്കെ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുന്നു. അതാണ് നിങ്ങൾ ഈ കൺസെപ്റ്റ് റീകോൾ. ആൻഡ് ഫേസ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നമ്മളെ എക്സാം മന്തിലേക്ക് കിടക്കുകയാണ് അല്ലെ. എക്സാം മന്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആവും സ്വാഭാവികമായിട്ടും. സോ 45 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യുക ഡെയിലി. അതിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഭാഗങ്ങൾ സോൾവ് ചെയ്യാം. ഓക്കെ, ടോപ്പിക് വൈസ് MCQ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക. വീക്ക് ഏരിയാസ് നിങ്ങൾ ഈ ഓരോ കാര്യങ്ങൾ ആദ്യത്തെ 2 സ്റ്റെപ്പിൽ ഓരോ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് വീക്ക് പോയിന്റ്സ് എന്നുള്ളത്. ആ വീക്ക് പോയിന്റ്സ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് സ്ട്രാറ്റജി. ദെൻ ഇമ്പോർട്ടന്റ് പോയിന്റ്സുകളും ഫോർമുലകളും എന്തെങ്കിലും സ്റ്റാൻഡേർഡ്സോ സിമ്പിൾസുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനിഷൻസുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യാം. ദെൻ എവറി 3 days ഒരു മിനി ടെസ്റ്റ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ ആപ്പിലുള്ളതോ ഒക്കെ ആയിട്ടുള്ള മിനി ടെസ്റ്റുകൾ ചെയ്യാം. അനലൈസ് മിസ്റ്റേക്സ്. യുവർ മിസ്റ്റേക്ക് അനലൈസ് ചെയ്യുക വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഇവിടെ ഈ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും എപ്പോഴും ഒരു മിസ്റ്റേക്ക് ഇല്ലാതെ നമുക്ക് ഒരിക്കലും കടക്കാൻ പറ്റില്ല. ആ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യുമ്പോഴേ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ അല്ലെ. ദെൻ അഗെയിൻ റിവൈസ്. ആൻഡ് ദ ലാസ്റ്റ് ഫേസ് എന്ന് വെച്ചാൽ എക്സാം വീക്കിലേക്ക് കടക്കാറായി, ഏകദേശം ഒരു 10 ദിവസമേ ഉള്ളൂ. ആ ലാസ്റ്റ് ദിവസം ഫുൾ റിവിഷൻ, ക്വിക്ക് നോട്ട് റിവിഷൻ, ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻസ്, സ്റ്റാൻഡേർഡ് സിമ്പിൾസ്, ഫോർമുല ആൻഡ് ടെസ്റ്റ് യുവർ സെൽഫ്. നിങ്ങളുടെ എവിടെയാണ് വീണ്ടും നിങ്ങൾക്ക് ഏതെങ്കിലും വീക്ക് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് മാക്സിമം കളക്ട് ചെയ്യാനുള്ള ഒരു ലാസ്റ്റ് ചാൻസ് ആണിത്. ആൻഡ് July 27 യു ഷുഡ് നോട്ട് ഡു എനിത്തിങ്. നിങ്ങൾ പുതിയതായിട്ട് ഒന്നും പഠിക്കാൻ പാടില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 20th ശേഷം അല്ലെങ്കിൽ ഒരു 23rd ശേഷം നിങ്ങൾ ഒന്നും പഠിക്കരുത് പുതിയതായിട്ട്. റിവിഷൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഫ്ലാഷ് കാർഡ്സ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയ കീ വേർഡ്സുകൾ ഉണ്ടെങ്കിലോ കീ പോയിന്റ്സുകൾ ഷോർട്ട് നോട്ട്സുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ഒരിക്കലും ടെൻഷൻ അടിച്ച് വെറുതെ കൊളാക്കരുത് ആ ദിവസങ്ങളിൽ. ഓക്കെ, അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ ഹെൽത്ത്, മൈൻഡ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ ഇതൊന്നും പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. ഇത് എപ്പോഴും യു ഷുഡ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ഫസ്റ്റ്. ഓക്കെ, അതിനുശേഷം മാത്രമേ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ളൂ എന്നുള്ള ആ സത്യം കൂടെ മനസ്സിലാക്കി വയ്ക്കാം. ആൻഡ് വെയിറ്റേജ്, ടോപ്പിക് വൈസ് വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 2-നാണ് ഏറ്റവും വെയിറ്റേജ്. 8 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. മൊഡ്യൂൾ 4-ന് 7 മാർക്ക്, മൊഡ്യൂൾ 1-ന് 5 മാർക്ക്, മൊഡ്യൂൾ 3 5, മൊഡ്യൂൾ 5-ന് 5 മാർക്കാണ്, മൊഡ്യൂൾ 6-നും 7-നും 4 മാർക്കാണ് വെയിറ്റേജ്. ഇതാണ് വെയിറ്റേജ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്തിരുന്ന ഒരു പോലെ തന്നെ 2 ബാച്ച് ഓൾറെഡി കഴിഞ്ഞു. ഒരു ലൈവ് ബാച്ചും ഒരു റെക്കോർഡഡ് ബാച്ചും ഓൾറെഡി കോഴ്സുകൾ ഓൾറെഡി ആപ്പിൽ കൊടുത്തിരുന്നു. അത് മെക്കാനിക്കലിന്റെ ലൈവ് ക്ലാസ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ആവാറായി. അതുപോലെ തന്നെ ഈ റെക്കോർഡഡ് ക്ലാസ് രണ്ടും ഗ്രേഡ് 3 സിലബസ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പ്രിഡിക്ട് ചെയ്തത് കൊണ്ടുപോയിരുന്നത് മുന്നോട്ട്. അഗെയിൻ പ്രോമിസിങ് ഇനി ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് പിന്നീട് കറക്റ്റ് ചെയ്ത് തരും അല്ലെങ്കിൽ എടുത്തു തരും എന്നുള്ള ആ ഒരു പ്രോമിസിന്റെ പുറത്ത് തന്നെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കുന്ന കോഴ്സസ്, ലൈവ്, അതുപോലെ തന്നെ പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ്. ദെൻ ഒരു ബണ്ടിൽ കോഴ്സ് ഇൻക്ലൂഡിങ് സിവിൽ പഠിക്കാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടെ സഹായകമാകുന്ന രീതിയിൽ ഒരു ബണ്ടിൽ കോഴ്സ്. ആൻഡ് ഈച്ച് കോഴ്സ് ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഉള്ളത്. അതിലൊരു ഡീറ്റെയിൽഡ് വീഡിയോ ക്ലാസ് ഉണ്ടായിരിക്കും വിത്ത് എക്സ്പ്ലനേഷൻ. നിങ്ങൾക്ക് ട്യൂട്ടറിനെ കാണാൻ പാട്ടോ. ദെൻ ക്ലാസ് നോട്ട്, ആ ക്ലാസ് എടുക്കുന്ന ആ ഒരു PPT ഉണ്ടല്ലോ അത് തന്നെ നിങ്ങൾക്ക് ക്ലാസ് നോട്ടായിട്ട് തരുന്നതായിരിക്കും. അതിന്റെ കൂടെ റിവിഷൻ നോട്ട്, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഷോർട്ട് നോട്ട്സ് ഉണ്ടല്ലോ അതും ആ ഒരു ആപ്പിൽ ഉണ്ടായിരിക്കും. ആൻഡ് MCQ സെഷൻ, ഓരോ സെഷന്റെ കൂടെയും MCQs. ഈ MCQ നമ്മൾ കളക്ട് ചെയ്തത് ഇത് മുന്നേ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസുകൾ, അതായത് പലതരത്തിലുള്ള ബേസിക് എക്സാംസിനും അതുപോലെ തന്നെ നമ്മുടെ നിമി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് ഈ MCQ സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇനി മോക്ക് ടെസ്റ്റുകൾ. ജൂലൈ 1st വീക്ക് തൊട്ട് മോക്ക് ടെസ്റ്റുകളും അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇതാണ് ഒരു കോഴ്സിന്റെ ഒരു സ്ട്രക്ചർ. സോ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇറ്റ് ഇസ് ബേസിക്കലി ഒരു ഗൈഡൻസ് വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. ആ വീഡിയോയിൽ നമുക്ക് മാക്സിമം നിങ്ങൾക്കൊരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ, ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ടിങ്. അപ്പൊ ഇനിയുള്ള ആ ഒരു 1 വീക്ക് നിങ്ങളൊരു പ്രിപ്പറേഷന് പ്രിപ്പയർഡ് ആവും. പ്രിപ്പറേഷൻ തുടങ്ങാൻ പ്രിപ്പയർഡ്. ദെൻ May 1 മുതൽ നിങ്ങൾ സ്റ്റാർട്ടിങ് യുവർ ജേർണി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വെരി ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.